നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് ചെങ്ങാലൂരിൽ വിവാഹ വിരുന്നിനെത്തിയ 11 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ഇരിഞ്ഞാലക്കുട രൂപതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് മാരാങ്കോട് കൂർക്കമറ്റത്ത് ആരംഭിച്ച കിടപ്പ് രോഗികൾക്കുള്ള സ്നേഹസദൻ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. കൊടകര CDSന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പുതുക്കാട് ചെങ്ങാലൂരിൽ വിവാഹ വിരുന്നിനെത്തിയ 11 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ചെങ്ങാലൂർ SN പുരം തെങ്ങിൽ ഗിരിജന്റെ മകളുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള വിരുന്നിനിടെ വിളമ്പിയ ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധയേറ്റത്. 3 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 6 പേർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും 5 പേർ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. ചെങ്ങാലൂരിലെ ശാന്തി കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇവർ ഭക്ഷണം ഏൽപ്പിച്ചത്. ചിക്കൻ ബിരിയാണിയും മീൻ കറിയും കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. 15 പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ വീട്ടുകാർ പുതുക്കാട് പോലീസിലും ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകി. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ചടങ്ങ് നടന്നത്. തൊട്ടടുത്ത ദിവസം മുതൽ ഭക്ഷണം കഴിച്ചവർക്ക് ഛർദിയും വയറിളക്കവും പനിയും തലവേദനയും അനുഭവപ്പെടുകയായിരുന്നു. പിന്നീടാണ് ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. അടച്ചുകെട്ടിയ പാത MLA ഇടപെട്ട് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ കൊടകര പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപമുള്ള കനാൽ റോഡാണ് ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അടച്ചുകെട്ടിയിരുന്നത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഹൈവേ അധികൃതരുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ ദേശീയപാതയിലേക്കുള്ള പ്രവേശനം അധികൃതർ തുറന്നുകൊടുക്കുകയായിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ MK ഷൈൻ, സദാശിവൻ കുറുവത്ത്, പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ, മുൻ പഞ്ചായത്ത് അംഗം ജോണി മാഞ്ഞാങ്ങ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇരിഞ്ഞാലക്കുട രൂപതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് മാരാങ്കോട് കൂർക്കമറ്റത്ത് ആരംഭിച്ച കിടപ്പ് രോഗികൾക്കുള്ള സ്നേഹസദൻ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്ത ആശീർവദിച്ച് ഉദ്ഘാടനം ചെയ്തു. 20 കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകാനുള്ള സൗകര്യങ്ങളാണ് സ്നേഹസദനിൽ ഒരുക്കിയിട്ടുള്ളത്. ഇരിഞ്ഞാലക്കുട പൊറത്തിശ്ശേരി അഭയഭവന്റെ അനുബന്ധ സ്ഥാപനമാണിത്. ഈ 2 ഇടങ്ങളിലും നിർമ്മലദാസി സിസ്റ്റേഴ്സ് ശുശ്രൂഷ നടത്തുന്നു. പൊതുസമ്മേളനത്തിൽ രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ, ബെന്നി ബഹനൻ MP, സനീഷ് കുമാർ ജോസഫ് MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കുറ്റിക്കാടൻ, ഫൊറോന വികാരി ഫാദർ ലിജു പോൾ പറമ്പത്ത്, മാരാങ്കോട് വികാരി ഫാദർ കിൻസ് എളങ്കുന്നപ്പുഴ, സ്നേഹസദൻ ഡയറക്ടർ ഫാദർ ജിനോജ് കോലഞ്ചേരി, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷാബു പുത്തൂർ എന്നിവർ പ്രസംഗിച്ചു. കൊടകര CDSന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ആരംഭിച്ച ഓണച്ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ AR രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ജിഷ ഷിജു സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോയ് നെല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം പന്തംകൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മേൽപ്പാലം ജംഗ്ഷനിൽ സമാപിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ MK ഷൈൻ, സദാശിവൻ കുറുവത്ത്, വിനയൻ തോട്ടാപ്പള്ളി, ബൈജു അറക്കൽ, പ്രനില ഗിരീശൻ, മിനി ദാസൻ, റാഫേൽ സൈമൺ, ജോസ് കോച്ചക്കാടൻ, ബാബു കൊട്ടക്കാട്ടുകാരൻ, സിജോ മാത്തള, MK വിജയൻ എന്നിവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് നൈജോ ആൻഡോ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി CH സാദത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ലിൻഡോ പള്ളിപ്പറമ്പൻ, സൂരജ് കുണ്ടനി, മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ ഷീല വിപിനചന്ദ്രൻ, ജൈനി സിജോ,
യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ലിനോ മൈക്കിൾ, കോൺഗ്രസ് നേതാക്കളായ PC വേലായുധൻ, സജിൽ ചന്ദ്രൻ, നന്ദകുമാർ അവിട്ടപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് ഈ കേരള പോലീസിലുണ്ട്. വിദഗ്ധമായ കേസുകൾ അന്വേഷിച്ചിട്ട് തെളിയിക്കാനുള്ളതും ആദർശത്തോടുകൂടി പ്രവർത്തിക്കുന്ന പോലീസുകാരുണ്ട്. അവരെയൊക്കെ ഒന്നടക്കം അപമാനിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ DDP തുടങ്ങിയുള്ളവർ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് പകലില്ലാത്ത സമരങ്ങളുമെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സ്ത്രീകൾക്ക് സുരക്ഷ വേണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ സമരം നടന്നത്. സ്ത്രീകൾക്ക് എന്ത് വേണമെന്ന്? സുരക്ഷ. എന്നിട്ട് ഇന്ന് കേരളത്തിൽ CPM അല്ലെങ്കിൽ LDF സർക്കാർ അധികാരത്തിൽ കയറിയതിനെ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് സ്പോർട്സ് കോളേജ് അവാർഡിൽ 2ാം സ്ഥാനം. 2023-24 കലാലയ വർഷത്തിലെ കായിക രംഗത്തെ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കി ബെസ്റ്റ് സ്പോർട്സ് കോളേജ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിലെ 4 സോണുകളിൽ ബെസ്റ്റ് സ്പോർട്സ് കോളേജ് അവാർഡ് 2ാം സ്ഥാനം 2325 പോയിന്റുകളോടെ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കരസ്ഥമാക്കി. സർവകലാശാലയിലെ മുൻനിര കോളേജുകളെ എല്ലാം പിന്നിലാക്കി അൺഎയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹൃദയ കോളേജിന്റെ 2ാം സ്ഥാനത്തേക്കുള്ള കടന്നുവരവ് ഏറെ ശ്രദ്ധേയമായി. പെൺകുട്ടികളുടെ വിഭാഗത്തിലും ആൺകുട്ടികളുടെ വിഭാഗത്തിലും സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കൊടകര 3ാം സ്ഥാനം കരസ്ഥമാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ P. രവീന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു. മലപ്പുറം FC പരിശീലകൻ ജോൺ ചാൾസ് ഗ്രിഗറി മുഖ്യപ്രഭാഷണം നടത്തി. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് MB ഫൈസൽ, ഡോക്ടർ വസുമതി, J. മാർട്ടിൻ, അനുരാജ് AK, അന്താരാഷ്ട്ര ഫുട്ബോൾ താരം അനസ് എടത്തൊടിക എന്നിവർ വിജയികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. യൂണിവേഴ്സിറ്റി കായിക വകുപ്പ് മേധാവി ഡോക്ടർ സക്കീർ ഹുസൈൻ BP-യും രജിസ്ട്രാർ ഡോക്ടർ സതീഷ് EK-യും സംസാരിച്ചു. നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുലർച്ചെ 12:30-ഓടെ പെരിഞ്ഞനം തെക്കേ ബസ് സ്റ്റോപ്പിനടുത്താണ് അപകടമുണ്ടായത്. കാർ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് അമ്മൂസ് ഫുട്വെയർ എന്ന സ്ഥാപനത്തിലേക്കാണ് ഇടിച്ചുകയറിയത്. കടയുടെ ഷട്ടറും ഉള്ളിലെ ഗ്ലാസ് ഷോക്ക് കേസും പൂർണ്ണമായും തകർന്നു. പെരിഞ്ഞനം സ്വദേശിയാണ് കാറിലുണ്ടായിരുന്നത്. ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഓണമെത്തിയതോടെ ഓണം കൊള്ളാനുള്ള തൃക്കാക്കരയപ്പന്റെ നിർമ്മാണത്തിന്റെ അവസാനഘട്ട മിനുക്കുപണിയിലാണ് കൊടകര കുംഭാരത്തെരുവിലെ പാരമ്പര്യ കുലത്തൊഴിലുകാർ. കർക്കിടക മാസം മുതലാണ് തൃക്കാക്കരയപ്പന്റെ നിർമ്മാണം. പല വലുപ്പത്തിലും ഡിസൈനിലുമുള്ള തൃക്കാക്കരയപ്പൻ ഇവർ കളിമണ്ണിൽ മെനഞ്ഞെടുക്കും. ആദ്യകാലങ്ങളിൽ പാടത്തു നിന്നാണ് നിർമ്മാണത്തിനാവശ്യമായ കളിമണ്ണ് എടുക്കാറ്. പക്ഷേ ഇപ്പോൾ വൻ തുക കൊടുത്ത് കമ്പനികളിൽ നിന്നാണ് കളിമണ്ണ് എത്തിക്കുന്നത്. മണ്ണ് കിട്ടാനാണ് ബുദ്ധിമുട്ട്. കമ്പനികൾ നിറച്ച മണ്ണ് മേടിച്ചിട്ടാണ് പണിയുക. പിന്നത് ഇതിപ്പോൾ മണ്ണ് ഇങ്ങനെ തട്ടി ശരിക്കും ഒരുവിധം മണ്ണ് നനഞ്ഞ് നല്ല കുഴമ്പ് രൂപത്തിലായിരിക്കും മണ്ണ്. പിന്നെ അത് നന്നായി പലകയ്ക്കും വെച്ച് തട്ടി നല്ല രൂപമാക്കി എടുക്കണം. പിന്നെ അതിലിങ്ങനെ കളറൊക്കെ അടിച്ച് പണ്ട് കാലത്ത് അന്ന് ഈ ഇതൊക്കെയാണ് ചുവന്ന ചെങ്കല്ലൊക്കെ അരച്ചാണ് തയ്ക്കാറ്. ഇപ്പോൾ പെയിൻറ്റുകളൊക്കെയാണ്. 1/2 അടി മുതൽ 4 അടിയോളം വലിപ്പമുള്ള തൃക്കാക്കരയപ്പന് ഇവിടെ ലഭ്യമാണ്. ഓണം കൊള്ളുന്നതിനായി 3 എണ്ണമുള്ള സെറ്റുകൾ ആയിട്ടാണ് വിൽപ്പന കൂടുതലും. മുൻകാലങ്ങളിൽ ചെങ്കൽ പൊടിച്ച് അരച്ചാണ് തൃക്കാക്കരയപ്പന് നിറം നൽകാറ്. എന്നാൽ ഇപ്പോൾ കടകളിൽ നിന്നും മേടിക്കുന്ന പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. വഴിയോരത്ത് വെച്ചാണ് ഇവയുടെ കച്ചവടങ്ങൾ ഭൂരിഭാഗവും നടക്കുന്നത്. കൂടാതെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും വിദേശത്തേക്കും ഇവ കയറ്റി അയക്കാറുണ്ട്. തൃക്കാക്കരയപ്പന്റെ വിപണനം തകൃതിയായാലേ ഈ പാരമ്പര്യ കുലത്തൊഴിലുകാർക്ക് അല്ലലില്ലാതെ ഓണം ആഘോഷിക്കാനാകൂ. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ സപ്ത സദസ്സിന്റെ 2024-25 അക്കാദമിക വർഷത്തെ പ്രവർത്തനോദ്ഘാടനം ഗായകരായ ജോബൽ റോയും റൂഷൽ റോയും ചേർന്ന് നിർവഹിച്ചു. കോളേജിലെ സർഗപ്രതിഭാ സംഗമവേദിയാണ് സപ്ത സദസ്. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷനായ ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ കരുണ K, ഫിനാൻസ് ഓഫീസർ റവറൻ ഫാദർ ആൻറ്റോ ബട്ടോലി, സപ്തസദസ് ഭാരവാഹികളായ ഷിജി VK, ക്രിസ്റ്റഫർ ലൂയിസ്, നിതു നാസർ, സപ്തസദസ്സിൻ്റെ വിദ്യാർത്ഥി പ്രതിനിധി മെറിൻ ബേബി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഗാനവിരുന്നും സഹൃദയയുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീത നൃത്ത പ്രകടനങ്ങളും സംഘടിപ്പിച്ചു. ദേശീയപാത കുട്ടനല്ലൂരിൽ നിയന്ത്രണം തെറ്റിയ ലോറി ഡിവൈഡറിൽ ഇടിച്ചുകയറി സർവീസ് റോഡിലേക്ക് മറിഞ്ഞു. നാമക്കല്ലിൽ നിന്നും കോഴി വേസ്റ്റ് ഉൾപ്പെട്ട വളം കയറ്റി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടനല്ലൂർ മേൽപ്പാലം ഇറങ്ങി പാലിയക്കര ഭാഗത്തേക്ക് വരുന്നതിനിടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം.
ദേശീയപാതയും സർവീസ് റോഡും വേർതിരിക്കുന്ന ഡിവൈഡർ ഇടിച്ചു തകർത്ത ലോറി സർവീസ് റോഡിന് കുറുകെ മറിഞ്ഞു. ഡ്രൈവർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ലോറി മറിഞ്ഞതോടെ വളത്തിലുണ്ടായിരുന്ന പുഴുക്കൾ സമീപത്തെ വീട്ടിലേക്ക് വ്യാപകമായി കയറിയത് വീട്ടുകാരെ ദുരിതത്തിലാക്കി. വാഹനം മറിഞ്ഞതോടെ ഏറെ നേരം സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഉലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് ചെങ്ങാലൂരിൽ വിവാഹ വിരുന്നിനെത്തിയ 11 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ഇരിഞ്ഞാലക്കുട രൂപതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് മാരാങ്കോട് കൂർക്കമറ്റത്ത് ആരംഭിച്ച കിടപ്പ് രോഗികൾക്കുള്ള സ്നേഹസദൻ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. കൊടകര CDSന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.